ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡൈസ് പ്ലസ്സിലെ ജനറൽ പ്രൊഫൈൽ, എൻറോൾമെൻറ്റ് പ്രൊഫൈൽ ആൻഡ് ഫെസിലിറ്റി പ്രൊഫൈൽ ഫില്ല് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രഷൻ ആക്ടിവിറ്റി എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അടുത്ത ഘട്ടത്തിലേക്കുള്ളതാണ്. അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നൊരു പേജാണ് സ്കൂൾ യൂസറിൻ്റെ. അപ്പോൾ നമ്മൾ കറണ്ട് ഇയർ 2025-26 നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പേജാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് ഇവിടെ വന്നു. അപ്പോൾ നമ്മളതിൽ സ്കൂൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു പേജാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. ഇങ്ങനത്തെ ഒരു പേജ് നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്യും. അപ്പോൾ ഇവിടെ സെഷൻ വൈസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സെഷൻ വൈസ് ക്ലാസ് തന്നിട്ടുണ്ട്. സ്കൂൾ സെഷൻ ഏതൊക്കെ സെഷനാണുള്ളത്, ബോയ്സ്, ഗേൾസ്, ട്രാൻസ്ജെൻഡർ, ടോട്ടൽ, പിന്നെ ഇൻകംപ്ലീറ്റ് ആവാത്ത സ്റ്റുഡൻസ്, ആക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് 5C ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5Cയിൽ ഞാൻ വ്യൂ ആൻഡ് മാനേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് വരുന്ന പേജ് ഇതേപോലെ ആയിരിക്കും. കുട്ടികളുടെ ജനറൽ പ്രൊഫൈലാണ് കുട്ടികളുടെ. അപ്പോൾ ഈ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ജനറൽ പ്രൊഫൈലാണ്. അപ്പോൾ ക്ലാസ് സെഷൻ 5C അവിടെ കൊടുത്തിട്ടുണ്ട്. പെൻ നമ്പർ, പെർമനൻറ്റ് എഡ്യൂക്കേഷൻ നമ്പർ കുട്ടിയുടെ, പിന്നെ സ്റ്റുഡൻറ്റ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, എൻട്രി സ്റ്റാറ്റസ്, ലാസ്റ്റ് അപ്ഡേറ്റഡ്. അപ്പോൾ നമുക്കിവിടെ 3 ഫോമുകളാണ്, 3 പേജുകളാണ് ഫില്ല് ചെയ്യാനുള്ളത്, 3 പ്രൊഫൈലുകളാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് GP, EP, FP എന്ന 3 പ്രൊഫൈലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ GP ജനറൽ പ്രൊഫൈൽ ഞാൻ പറഞ്ഞാൽ കുട്ടിയുടെ ജനറൽ ഡീറ്റെയിലും കാര്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ എൻറോൾമെൻറ്റ് പ്രൊഫൈൽ നമ്മൾ എൻറോൾ ചെയ്യുമ്പോഴുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഫെസിലിറ്റി പ്രൊഫൈൽ നമ്മുടെ സ്കൂളിൽ നിന്ന് എന്തൊക്കെ ഫെസിലിറ്റീസാണ് കുട്ടിക്ക് കൊടുക്കുന്നത് എന്ന രീതിയിലാണ്. അപ്പോൾ നമ്മളിവിടെ എൻട്രി സ്റ്റാറ്റസ് എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കുട്ടികളെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി എന്ന് ഷോ ചെയ്യുന്നൊരു സ്റ്റാറ്റസാണ്. അപ്പോൾ 2 കുട്ടികളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 കുട്ടികളും കംപ്ലീറ്റഡ് എന്ന സ്റ്റാറ്റസ് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. നമ്മൾ 3ാമത്തെ കുട്ടീൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ GP ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. GP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ GP എന്ന ഫോം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരിക. കുട്ടിയുടെ ജനറൽ പ്രൊഫൈലിൻ്റെ ഒരു പേജാണ് വരിക. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് കുട്ടിയുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റുഡൻറ്റ് സ്റ്റേറ്റ് കോഡ്, മദർ നെയിം, ഫാദർ നെയിം, ഗാർഡിയൻ നെയിം, ആധാർ നമ്പർ, കുട്ടിയുടെ ആധാർ നമ്പറിലെ പേര്, അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, പിന്നെ കുട്ടികളുടെ സോഷ്യൽ കാറ്റഗറി OBC OEC എന്താണെന്ന് വെച്ചാൽ, മന്ത്ലി ഗ്രൂപ്പ്, മൈനോറിറ്റി ഗ്രൂപ്പാണോ അല്ലയോ എന്ന്, പിന്നെ BPL ബെനിഫിഷ്യറി ആണോ അല്ലയോ എന്ന്. ഇവിടെ നോ ആണ് കൊടുത്തിട്ടുള്ളത്, BPL ബെനിഫിഷ്യറി അല്ല. നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടും. AAY ബെനിഫിഷ്യറി ആണോ, പിന്നെ EWS അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്, എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള കുട്ടിയാണോ അല്ലയോ എന്ന്. നോ ആണ് കുട്ടി. അപ്പോൾ കുട്ടിയുടെ നോ ആയതുകൊണ്ട് നോ കൊടുത്തിരിക്കണം. നിങ്ങളുടെ കുട്ടി യെസ് ആണെങ്കിൽ യെസ് കൊടുക്കണം. CWS എന്ന് വെച്ചാൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡാണ്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ് കാറ്റഗറിയിൽ വരാത്ത കുട്ടിയാണ് നോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ഇപ്പോൾ ഇത് യെസ് ആണെങ്കിൽ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ ഏത് ടൈപ്പാണെന്ന് ചോദിക്കും. അതിൽ ഏതെങ്കിലും ടൈപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഡിസബിലിറ്റിയാണ് കിട്ടിയതെന്ന് കുട്ടിക്കുള്ള ഡിസബിലിറ്റി പ്രതിനിധീകരിച്ചതിന് കൊടുക്കുക. വെദർ ഹാവിങ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ, കുട്ടിക്ക് എത്ര ശതമാനത്തോളം ആണ് ആ ഡിസബിലിറ്റി ഉള്ളത് ആ കുട്ടിക്ക് എന്ന് ആ സർട്ടിഫിക്കറ്റ്സിലുണ്ടാവും. അത് വെച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. വെദർ സ്റ്റുഡൻറ്റ് ഇസ് ഇൻ ഇന്ത്യൻ, കുട്ടിയുടെ നാഷണാലിറ്റി യെസ്, വേറൊരു സ്കൂളിൽ നിന്ന് വന്നതാണോ, അല്ലെങ്കിൽ ഈസ് ദ സ്റ്റുഡൻറ്റ് ആസ് ഔട്ട് ഓഫ് സ്കൂൾ ചൈൽഡ് ഓർ ഇൻ പ്രീവിയസ് ഇയർ, നോ, കുട്ടി നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്, അപ്പം നോ ആണ്. വെദർ സ്റ്റുഡൻറ്റ് ഇസ് മെയിൻ സ്ട്രീം, അപ്പോൾ അത് ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് പോപ്പപ്പ് ചെയ്യും. ദാറ്റ് ജനറൽ ഡാറ്റ ഈസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ജനറൽ ഡാറ്റ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് കുട്ടിയുടെ. അതിനുശേഷം ക്ലോസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലോസ് ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന പേജ് ഇമോഷണൽ പ്രൊഫൈലാണ്, എൻറോൾമെൻറ്റ് പ്രൊഫൈലാണ്. എൻറോൾമെൻറ്റ് പ്രൊഫൈലിൽ കുട്ടിയുടെ സ്കൂളിലെ ഡീറ്റെയിൽസാണ്.
അഡ്മിഷൻ നമ്പർ, അഡ്മിഷൻ ഡേറ്റ്, ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ്, ഇപ്പോൾ ഉള്ള ക്ലാസ് 5 ആണ് കൊടുക്കേണ്ടത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, കുട്ടി ഏത് മീഡിയത്തിലാണ് പഠിക്കുന്നത്, ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയയുടെ കുട്ടി ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷ് മീഡിയം കൊടുക്കുക. ലാംഗ്വേജ് ഗ്രൂപ്പ് മലയാളം, ഇംഗ്ലീഷ്. പിന്നെ ഇത് ഹയർ സ്റ്റുഡൻസിനുള്ളതാണ്, അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അതിനുശേഷം സ്റ്റാറ്റസ് ഓഫ് സ്റ്റുഡൻറ്റ് പ്രീവിയസ്, കുട്ടി എവിടെയാണ് ലാസ്റ്റ് പഠിച്ചത്, അപ്പോൾ ലാസ്റ്റ് സെയിം സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അത് സ്റ്റുഡൻറ്റ് സ്റ്റഡിഡ് അറ്റ് കറണ്ട് സെയിം സ്കൂൾ കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ TC എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. കെയിം ഫ്രം അനദർ സ്കൂളിൽ TC എന്ന ഓപ്ഷനിൽ അത് കൊടുക്കുക. ഗ്രേഡ്, കുട്ടി ലാസ്റ്റ് പഠിച്ച ക്ലാസ് 4ാം ക്ലാസ്സാണ്, അപ്പോൾ അവിടെ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓട്ടോ പിക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ ചിലത് മാത്രമേ മാറ്റേണ്ടതുണ്ടാവുകയുള്ളൂ. ഓൾമോസ്റ്റ് എവറിത്തിങ് ഓട്ടോ പിക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇവിടെ പ്രൊമോട്ടഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. പ്രൊമോട്ടഡ്, പാസ്, കുട്ടി കഴിഞ്ഞ പോലെ പാസ്സായി ഒന്നുമില്ല അറിയാനാണ്. പിന്നെ മാർക്ക് ഒബ്റ്റെയിൻഡ്, പിന്നെ നമ്പർ ഓഫ് സ്കൂൾ അറ്റൻഡഡ്. നമ്മൾ പ്രോഗ്രഷനിൽ ചെയ്ത് കാരണം ഇതെല്ലാം ഓട്ടോ പിക്കായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അതിനുശേഷം സേവ് എന്ന് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം വരുന്ന പേജാണ് എൻറോൾമെൻറ്റ് ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ എൻറോൾമെൻറ്റ് ഡാറ്റ സക്സസ്ഫുള്ളി സേവായി എന്ന് നിങ്ങൾക്ക് മെസ്സേജ് വന്ന് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പ്രൊഫൈലിലേക്ക് വരും, ഫെസിലിറ്റി പ്രൊഫൈലിലേക്ക്. ഫെസിലിറ്റി പ്രൊഫൈലിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ പേജ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ടാവും. ഫസ്റ്റ് തന്നെ വെദർ ഫെസിലിറ്റി പ്രൊവൈഡഡ് ദിസ് ഇയർ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫില്ല് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവുക. കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ഫെസിലിറ്റീസ് എന്തൊക്കെ, യെസ് കൊടുക്കുക. ഫ്രീ ടെക്സ്റ്റ് ബുക്ക്, ഫ്രീ യൂണിഫോം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന്, അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം വെദർ പ്രൊവൈഡ് CWSN, ഞാൻ പറഞ്ഞ പോലെ CWSN നേരത്തെ പറഞ്ഞ പോലെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. അപ്പോൾ ഈ കുട്ടി സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടിയല്ല, അതുകൊണ്ട് നോ ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ യെസ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിനോ ഇല്ലയോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ നോ കൊടുത്തുകൊണ്ട് ഇവിടെ അത് ഷോ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ബ്രെയിൻലി അങ്ങനെ എന്തെങ്കിലും ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇല്ലാത്ത വശം ഒന്നും ചെയ്യാതിരിക്കുക. അടുത്തതിലേക്ക് കിടക്കുക. വെദർ സ്റ്റുഡൻറ്റ് ഹാസ് ബീൻ സ്ക്രീൻഡ് ത്രൂ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, SLD, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണോ എന്ന് യെസ് ഓർ നോ കൊടുക്കുക. കുട്ടിയല്ല, അത് നോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, അപ്പോൾ അതിലേത് കാറ്റഗറിയാണ്, ഇപ്പോൾ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേത് കാറ്റഗറിയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വെദർ സ്റ്റുഡൻറ്റ് ഹാവ് ബിക്കം സ്ക്രീൻ ഓഫ് ഓട്ടിസം സ്പെക്ട്രം ASD, ഇല്ല, കുട്ടിക്കില്ല. പിന്നെ ADHD, ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, അതില്ല. ഹാസ് ദ സ്റ്റുഡൻറ്റ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് ഗിഫ്റ്റഡ് ഓർ ടാലൻറ്റഡ്, നോ. ഡസ് ദ സ്റ്റുഡൻറ്റ് അപ്പിയർ ടു ബി സ്റ്റേറ്റ് ലെവൽ ഓർ നാഷണൽ ലെവൽ ഒളിമ്പ്യാഡ്, നോ. ഡസ് ദ സ്റ്റുഡൻറ്റ് അപ്പോൾ NCC സ്കൗട്ട് എന്ന് ബന്ധപ്പെട്ട അതിൽ പങ്കെടുത്തിട്ടുണ്ടോ, ഇല്ല. ഒരു സ്റ്റുഡൻറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ഡിജിറ്റൽ ഡിവൈസസ് ഇൻക്ലൂഡിംഗ് ഇൻ്റർനെറ്റ്. അതിപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കുട്ടികളും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഡിവൈസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ള കുട്ടികളാണ്. അപ്പോൾ യെസ് ആണ്. സ്റ്റുഡൻറ്റ് ഹൈറ്റ്, വെയ്റ്റ്, പിന്നെ ആ കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും കൊടുക്കുക. കുട്ടിയുടെ അപ്പോൾ നമ്മുടെ ഹെൽത്തിൽ നിന്ന് വന്നിട്ട് അതൊക്കെ ചെക്ക് ചെയ്തിരുന്നു, കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഡാറ്റ കിട്ടിയിരിക്കുന്നത്. കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ കുട്ടികളെ നമ്മൾ വീടും സ്കൂളും തമ്മിൽ ഏകദേശം ഡിസ്റ്റൻസ് എത്രയാണ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹയർ സെക്കൻഡറി ഇക്വലൻറ്റ്, അപ്പോൾ ഫാദർ അല്ല മദറിൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അതിനുശേഷം സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം സേവ് എന്ന് കൊടുത്തു കൊടുക്കുക. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പേജ് ഇങ്ങനെ ആയിരിക്കും. അതിൽ ഫെസിലിറ്റി ഡാറ്റ ഹാസ് ബീൻ അപ്ഡേറ്റഡ്, അതിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പേജ് ഇങ്ങനൊരു സ്ക്രീനിൽ പ്രൊഫൈൽ പ്രിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രൊഫൈലിൻ്റെയും പ്രിവ്യൂ ആണ് ഇവിടെ കാണാൻ പോകുന്നത്. നിങ്ങൾ ചെയ്ത് അപ്ഡേറ്റഡ്, അപ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പേജ്, അപ്പോൾ എല്ലാം നിങ്ങൾ ചെയ്ത പ്രൊഫൈലിൻ്റെ എല്ലാം ചേഞ്ചസ് ചെയ്തതെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് ഡാറ്റ എന്ന കോളം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഡാറ്റ എന്ന കോളം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ പേജ് നിങ്ങളുടെ മുന്നിൽ വരും. ആർ യു ഷുവർ യു വാണ്ട് ടു കംപ്ലീറ്റ് ദ ഡാറ്റ. അപ്പോൾ നമ്മളെല്ലാ ഡാറ്റയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പേജ് ഇങ്ങനെയായിരിക്കും. കംപ്ലീറ്റ് ഡാറ്റ ഈസ് കംപ്ലീറ്റ്. വീണ്ടും ഒരു ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റുഡൻറ്റിലേക്ക് കടക്കാൻ അടുത്ത സ്റ്റുഡൻറ്റ് കൊടുക്കുക. അപ്പോൾ ഓക്കെ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് പേജിൽ വന്നു കഴിഞ്ഞാൽ
നേരത്തെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ നോട്ട് സ്റ്റാർട്ടഡ് എന്നതിൽ ഇപ്പോൾ കംപ്ലീറ്റഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ GPEP FP പ്രൊഫൈൽസ് കംപ്ലീറ്റഡ് ആയി എന്നാണ് അർത്ഥം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക.